ഇന്ത്യൻ സിനിമയിലെ അനുഗ്രഹീതയായ നടിയാണ് മാധവി. ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് മികച്ച നടി. തെന്നിന്ത്യയിൽ നിന്ന് ബോളിവുഡിലെത്തി ബോളിവുഡിനെയും അഭിനയസിദ്ധിയാലും ഗ്ലാമർ പ്രദർശനത്താലും വിസ്മയിപ്പിച്ച നടി. ഉലകനായകനാണ് കമൽഹാസൻ. മലയാളത്തിൽ നിന്ന് തമിഴിലെത്തി തമിഴിൽ സ്വന്തം വഴി വെട്ടിത്തെളിച്ച് ഉലകനായകനായ കമൽഹാസൻ. കമൽഹാസൻ തമിഴിൽ സൂപ്പർ സ്റ്റാർ ആകുന്നത് 1981 രണ്ട് ചിത്രങ്ങളോടുകൂടിയാണ്. ഒരു ചിത്രം ടിക് ടിക് ടിക്, മറ്റൊരു ചിത്രം രാജപാർവൈ. ഈ രണ്ട് ചിത്രത്തിലും മാധവിയായിരുന്നു നായിക. മാധവിയുടെ ശരീര സൗന്ദര്യം നന്നായി ഒപ്പിയെടുത്ത രണ്ട് ചിത്രങ്ങൾ. മാധവിയുടെ മാദക ശരീരഭംഗി കാണാൻ വേണ്ടി പ്രേക്ഷകർ ഇടിച്ചു കയറി ഈ ചിത്രം കാണാൻ. രണ്ട് ചിത്രവും വലിയ ഹിറ്റായതോടുകൂടി ശിവാജി ഗണേശനൊക്കെ അന്നുണ്ടായിരുന്നെങ്കിലും കമൽഹാസൻ കുതിച്ചു കയറുന്നു. പറഞ്ഞു വരുന്നത് അതല്ല, മാധവി നല്ല നടിയാണ്. പക്ഷേ മാധവിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമിതാഭ് ബച്ചനും മാധവിയും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു അങ്ങ് ബോളിവുഡിൽ. പക്ഷെ മാധവി ആദ്യമായി പ്രണയിച്ചത് കമൽഹാസനെയാണെന്ന് നിസ്സംശയം പറയാം. ടിക് 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 എന്ന സിനിമയിൽ സ്വിം സൂട്ട് അണിഞ്ഞ് കമൽഹാസനുമായി ആടിപ്പാടുന്ന മാധവിയെ അന്നത്തെ പ്രേക്ഷകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. അന്നത്തെ യുവാക്കൾ ഇന്ന് വൃദ്ധരാണ്. പക്ഷേ അന്ന് അതൊരു തരംഗമായിരുന്നു. ആ ആടിപ്പാടൽ കാണാൻ വേണ്ടി മാത്രം അന്നത്തെ പ്രേക്ഷകർ ഇടിച്ചു കയറിയ കാലം. ടിക് 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 തമിഴിൽ മാത്രമല്ല മലയാളത്തിലും വലിയ ഹിറ്റായി മാറി. രാജപാർവയിൽ പിന്നീട് ഇരുവരും ഒരുമിച്ചപ്പോഴും പടം സൂപ്പർ ഹിറ്റ്. രാജപാർവയിലും കമൽഹാസനുമായി കൈമൈ മറന്ന് അഭിനയിച്ചു മാധവി. അതിനിടയിൽ മാധവി കമൽഹാസനെ പ്രണയിക്കുന്നു എന്നൊരു വാർത്ത, അല്ലെങ്കിൽ മാധവിയും കമൽഹാസനും പ്രണയത്തിലാണ് എന്നൊരു വാർത്ത തമിഴ് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു. തമിഴ് സിനിമാ വാരികളിലെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു. അന്നത്തെ പ്രധാനപ്പെട്ട ചലച്ചിത്ര വാരികയായ നാനയിൽ ഇതേപ്പറ്റിയുള്ള ഒരുപാട് വാർത്തകൾ വന്നു. കമലും നിഷേധിച്ചില്ല, മാധവിയും നിഷേധിച്ചില്ല. മാധവിക്ക് അസാധാരണമായ സൗന്ദര്യമൊന്നുമില്ല. പക്ഷേ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കാനുള്ള അസാധ്യമായ സിദ്ധി ഉണ്ടായിരുന്നു അവർക്ക്. മാധവിയുടെ കണ്ണുകൾ തന്നെയായിരുന്നു അവരുടെ ആകർഷ ഘടകം. പിന്നീട് മാധവിയും കമൽഹാസനും രണ്ട് വഴിക്കായി. മാധവി രജനീകാന്ത് അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ നായികയായി. മലയാളത്തിലെത്തിയപ്പോഴും അവരെ കൈനീട്ടി സ്വീകരിച്ചു മലയാളികൾ. ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിലെ മാധവിയുടെ വേഷം എന്ത് മനോഹരമായ വേഷമാണ്. മാധവിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. വടക്കൻ വീരഗാഥയിലെ ഉണ്ണിയാർച്ച മാധവിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേഷമാണ്. ഇങ്ങനെ ഒരുപാട് വിഭ്രമിപ്പിക്കുന്ന വേഷങ്ങൾ, അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന വേഷങ്ങൾ മാധവി മലയാള സിനിമയ്ക്ക് നൽകി. മലയാളം മാധവിയുടെ എന്താ പറയുക, ശരീര സൗന്ദര്യമൊന്നുമല്ല ഒപ്പിയെടുക്കാൻ ശ്രമിച്ചത്, അവരുടെ അഭിനയശേഷി തന്നെയായിരുന്നു. മമ്മൂട്ടി ചിത്രമായ ചങ്ങാത്തത്തിലൊക്കെ അവർ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും മലയാള സിനിമ അവരുടെ അഭിനയശേഷി നന്നായി ഒപ്പിയെടുത്തു. ആകാശദൂത് എന്ന ചിത്രം മാധവിക്ക് മാത്രമേ പ്രേക്ഷകരെ ഇങ്ങനെ കരയിപ്പിക്കാൻ പറ്റൂ. അത്ര മനോഹരമായിരുന്നു. എന്തായാലും കമൽഹാസനും മാധവിയും തമ്മിലുള്ള പ്രണയം ഒരു കാലത്തെ സിനിമാ പ്രേമികളുടെ നൊസ്റ്റാൾജിയായി അവശേഷിക്കും.